മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കറെ നിയമിച്ചതിൽ വിമർശനവുമായി സിപിഐഎം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന നടപടി എന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങി തീരുമാനമെടുക്കുന്ന സംവിധാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളും മാറുന്നു എന്ന വിമർശനം ഉന്നയിക്കുകയാണ്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ഷഫീദ്, വലിയ രാഷ്ട്രീയ വിവാദമായി നിയമനം മാറുകയാണോ? നേതാവ് കെ സുരേന്ദ്രന്റെ പ്രതികരണം നമ്മൾ കണ്ടു. അതേപോലെ ഡിവൈഎഫ്ഐ നേതാവ് വി കെ സനോജിന്റെ പ്രതികരണം നമ്മൾ കണ്ടു. ആ രീതിയിൽ ഈ ബംഗാൾ മോഡലിൽ കേരളത്തിലും ചീഫ് ഇലക്ടറൽ ഓഫീസറെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് കൊണ്ടുവന്നതിൽ ഇപ്പോൾ സിപിഎം തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അക്കാര്യത്തിൽ അവർ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് ഇത് എന്നുള്ളതാണ്. കൂടാതെ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നതുപോലെ ഇത്തരമൊരു നിയമനം നടത്തിയ അനുഭവം കേരളത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ UDF-ന് വേണ്ടി കമ്മീഷൻ പക്ഷപാതപരവും ദുരൂഹവുമായ പല നടപടികളും സ്വീകരിച്ചുവെന്ന LDF ആരോപണം ഇപ്പോൾ ശരിവെക്കുകയാണ്. കൂടാതെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീലിന് പകരം BJP സീൽ കാണപ്പെട്ടത് വിവാദമായിരുന്നു. ഇതടക്കം പശ്ചിമ ബംഗാളിൽ സമാനമായ രീതിയിൽ നിയമനങ്ങൾ നടന്നപ്പോൾ BJP-യും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള കള്ളച്ചന്തയിൽ മോഷണം വലുതാണെങ്കിൽ പ്രതിഫലവും വലുതാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ്. ഇതിനെ അടക്കം, അതായത് അന്നത്തെ ബംഗാൾ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ ട്വീറ്റ് അടക്കമുള്ള കാര്യങ്ങൾ അതും കോട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശക്തമായ വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. കൂടാതെ അവർ എടുത്തു പറയുന്ന ഒരു കാര്യം, ഒരു വശത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ അട്ടിമറിക്കാൻ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ശ്രമിക്കുമ്പോൾ സമാന നിലയിലുള്ള ഇടപെടലുകൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാരും നടത്തുകയാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ്, ഒരു എക്സാമ്പിൾ ആണ് ഈ രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ നിയമിച്ചത് എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തൽ CPM നടത്തുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും ഈ വിഷയം ആളിക്കത്തും. ഏതായാലും ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട നിയമന ഉത്തരവ് പുറത്തിറങ്ങിയിട്ടില്ല. അതിൽ ശരി, അതിരൂക്ഷമായ വിമർശനമാണ് CPIM ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.